നമസ്കാരം. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോ ഒരാളുടെ ഏറ്റവും പുതിയ ഹൃദ്യമായ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണനാഥൻ. പ്രത്യേകിച്ച് മുഖവരെയൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ മലയാളത്തിൻ്റെ കാവ്യ തേജസ് ശ്രീ വി മധുസൂദനൻ നായർ, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്തേ സാർ. നമ്മുടെ വിഷയം ഇങ്ങനെ 10ഓളം അധ്യായങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ സാറിൽ വന്ന് എത്തി നിൽക്കുകയാണ്. ആരോ ഒരാൾ. ശീർഷകം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലെങ്കിലും ഒരു ദിവസത്തിലോ ഒരു യാത്രയിലോ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ തന്നെ ഉണ്ടായ ഒരു പ്രേരണയായിട്ട് വന്ന് നമ്മളിൽ നിന്ന് കടന്നുപോയ ഒരു വ്യക്തിയാവാം, ഒരു അദൃശ്യ ശക്തിയാവാം, എന്ത് വേണമെങ്കിലും ആവാം. അതുകൊണ്ടാണ് ആരോ ഒരാൾ എന്നിട്ടത് നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ കൂടി ഒരുപക്ഷെ സാറിൽ നിന്ന് നല്ലൊരു പ്രൗഢമായ അധ്യായം പ്രതീക്ഷിച്ചുകൊണ്ട് എന്താണ് സാർ നമ്മുടെ ഈ വിഷയത്തെ? ആരും ഒരാൾ, എല്ലാവരും നമുക്ക് ഓരോ ആളാണ്. ആരും ആരോ ആവുന്നില്ല. ഇതാണ് എൻ്റെ കാഴ്ച. നമുക്ക് ആരോ എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൂടാത്ത ആരോ എന്നായിരിക്കാം, വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്തത്. എങ്കിലും എല്ലാ ആരോയും നമുക്ക് ആരെങ്കിലും ആയിത്തീരും. അതാണ് എനിക്കുള്ള അനുഭവം. നമുക്കൊരു കൊച്ചു പുല്ലിൻ്റെ തുമ്പ് പോലും അപരിചിതനാണ് എന്ന് തോന്നില്ല, എല്ലാം വേണ്ടപ്പെട്ട. അങ്ങനെ തോന്നണമെന്നാണ് എൻ്റെ ഒരു അഭിലാഷം. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ജീവിതത്തിൽ പലരെയും നമ്മൾ കണ്ടുമുട്ടും. ചില മുഖങ്ങൾ ഓർമ്മയില്ല, അല്ലെങ്കിൽ പരിചയം തോന്നില്ല, അതുവരെ അറിഞ്ഞുകൂടാത്തതായിരിക്കും. പക്ഷെ അതും മനുഷ്യമുഖമാണ്. ആ വ്യക്തിയും ഈ പ്രപഞ്ചത്തിലെ നമ്മളെപ്പോലെ വിലയുള്ള ഒരാളാണ്. അതും നമുക്ക് പ്രിയപ്പെട്ടതായി വരും. ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, പലരും ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് പറയേണ്ടത്. അത് എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു കാഴ്ച തന്നോ, എന്നെ എന്തെങ്കിലും തരത്തിൽ തിരുത്തിയോ, ഏതെങ്കിലും വിധത്തിൽ എൻ്റെ വഴികളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നു, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് സാറിൻ്റെ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മ? എൻ്റെ ജീവിതത്തിൽ പല ആളുകളും വന്ന് എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ നുള്ളെങ്കിലും തന്നിട്ട് പോയ ഓർമ്മകൾ എനിക്കുണ്ട്. ഞാൻ എൻ്റെ കൗമാരം കടന്ന് യുവത്വത്തിലേക്ക് കയറുമ്പോൾ മലയാളം ബിരുദാനന്തര ബിരുദം പാസ്സായി നിൽക്കുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ മകൻ MA കാരനാണ് എന്നുള്ളതുകൊണ്ട് കോളേജിൽ അധ്യാപകനാകാൻ വേണ്ടി ഉള്ള അവസരം തേടി സഞ്ചരിക്കുന്നു. അങ്ങനെ പല വിദ്യാഭ്യാസ കോർപ്പറേറ്റുകളെയും കണ്ടു. ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കോർപ്പറേറ്റ് പറഞ്ഞു 5000 രൂപയെങ്കിലും കൊടുത്താൽ ജോലി തരാം. അച്ഛൻ വീട്ടിൽ വന്നിട്ട് നമുക്ക് തെങ്ങ് പണയം വെച്ച് ജോലിക്ക് കൊടുക്കാം എന്ന അഭിപ്രായം പറഞ്ഞു. 5000 രൂപ അന്ന് വലുതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 10 പൈസ പോലും കൊടുത്ത് ജോലി വേണ്ട, പ്രത്യേകിച്ച് അധ്യാപകൻ്റെ ജോലി. പണം കൊടുത്ത് ജോലിക്ക് ഞാൻ തയ്യാറല്ല. അപ്പം അച്ഛന് വളരെ പെട്ടെന്ന് ദേഷ്യം വന്നു. അച്ഛൻ വേഗം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരനാണ്. അച്ഛൻ്റെ ശബ്ദം 7 മല മുഴങ്ങും. അച്ഛൻ രാത്രി അത്യുച്ചത്തിൽ ചോദിച്ചു, എന്നും വീട്ടിൽ കയറി നിൽക്കാമെന്നാണ്. എന്തോ ഒരു മുള്ളു മനസ്സിൽ കൊണ്ടു. ഇന്നാണെങ്കിൽ അത്രയും തോന്നില്ല, അന്ന് കുറച്ച് വേദനയുണ്ടായി. രാത്രി ഉറങ്ങിയില്ല. വെളുപ്പിന് തിരുവനന്തപുരത്തൊരു ട്യൂട്ടോറിയൽ കോളേജ്, അന്ന് പാരൽ കോളേജ് എന്ന് പറയില്ല, ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. തിരുവനന്തപുരത്തെത്തി. വാസ്തവത്തിൽ പോകാനിടമില്ല, എങ്ങ് പോകണമെന്നറിയില്ല.
ആവോളം സ്ഥലം അന്ന് തമ്പാനൂർ ബസ് സ്റ്റേഷനിലുണ്ട്. ഒരു ദിവസം ഇങ്ങനെ പൈപ്പ് വെള്ളം കുടിച്ചിട്ട് തിരിച്ച് ബസ് സ്റ്റേഷൻ്റെ ഒരിടത്തേക്ക് നടക്കുമ്പോൾ അതിൻ്റെ വശത്ത് അന്ന് 7-8 മാടക്കടകളുണ്ടായിരുന്നു. ചില്ലറ സാധനങ്ങൾ ധാരാളം വിൽക്കുന്ന, പഴങ്ങളും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരുപാട് കടലാസ് പൊതികൾ, വർണ്ണപ്പൊതികളുള്ള കട. അപ്പം അതിൻ്റെ മുമ്പിൽ മുണ്ട് മാടിക്കെട്ടി ജൂബായിട്ട ഒരാൾ നടന്നു പോകുന്നു. അദ്ദേഹം ആ കടയുടെ അടുത്ത് ചെന്നു. ഒരു കടയിൽ നിന്ന് ഒരു കെട്ട് ബീഡി വാങ്ങി പോക്കറ്റിലിട്ടു. അതിൻ്റെ ചില്ലറ പൈസ എങ്ങാണ്ട് കൊടുക്കുന്നു. ഞാനത് അല്പം അകലെ നിന്ന് കാണുകയാണ്. കൊടുത്തിട്ട് തിരിയുമ്പോൾ തന്നെ ഒരു പശു ഈ മുറുക്കാങ്കടയിലെ അടുത്തേക്ക് വന്നിട്ട് ഈ കടയിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന പഴക്കൊല ഒന്ന് കടിച്ചു. 1-2 പഴം എൻ്റെ വായിൽപ്പെട്ടു, കടിച്ചു. അപ്പോഴേക്കും ഒരു തല മുറുക്കാങ്കടയിൽ നിന്ന് പുറത്തോട്ട് നീണ്ടു. ഒരു രോഷത്തിൻ്റെ തല. ഒരു വെട്ടുകത്തിയുടെ പുറകുവശം കൊണ്ട് ഇവൻ ഈ പശുവിൻ്റെ മണ്ടയ്ക്ക് ഒറ്റ അടി. പശു പേടിച്ച് പുറകോട്ട് നീങ്ങി. മറ്റേ ദേഹം ഇത് കണ്ടിട്ട് പതുക്കെ പശുവിൻ്റെ അടുത്ത് ചെന്നു. പശുവിനെ തൊട്ടു. അതിൻ്റെ മുറിവുണ്ടോ ഇല്ല അറിയില്ല. അതിൻ്റെ അടികൊണ്ട ഭാഗം ഇങ്ങനെ തൊട്ട് തലോടി അതിൻ്റെ ഈ പുഞ്ഞ ഉണ്ട്, ആ പുഞ്ഞയിലൊക്കെ തൊട്ട് തലോടി അതിനെ സാന്ത്വനിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയടാ, ഞാനാണെങ്കിൽ ഈ പശുവിനെ ഒന്നുകൂടെ വിരട്ടുകയുള്ളൂ. ഇതൊരു വല്ലാത്ത മനുഷ്യനാണ്. ഞാൻ വീണ്ടും അല്പം അടുത്തേക്ക് വന്നു, ശ്രദ്ധിച്ചു. ഇദ്ദേഹം ഈ പശുവിനെ പതുക്കെ പിടിച്ച് അങ്ങനെ തലോടിയിട്ട് ഈ പശു കടിച്ച പഴക്കൊലയിൽ നിന്ന് തന്നെ കുറച്ച് പഴം ഇരിഞ്ഞ് പശുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അത് തിന്നു. അടുത്ത പഴം വീണ്ടും വെച്ചു കൊടുത്തു. ഇദ്ദേഹം ഈ പഴക്കൊല തീർന്നു കഴിഞ്ഞപ്പോൾ പശുവിനെ ഒന്നുകൂടെ തലോടിയിട്ട് മുറുക്കാങ്കിടക്കാരൻ്റെ നേരെ തിരിഞ്ഞു. എന്തായി എന്ന് ചോദിച്ചു. അപ്പോഴയാൾ പെട്ടെന്ന് പറഞ്ഞു 100 രൂപ. അന്ന് ആ പഴക്കൊലയ്ക്ക് എൻ്റെ നോട്ടത്തിൽ ഒരു 10-40 രൂപയെ വില വരും. ഇദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. പോക്കറ്റിൽ കൈയിട്ടു. അതിൽ ഒരു കവറ് ഉണ്ടായിരുന്നു, എടുത്തത് തുറന്നു നോക്കിയപ്പോൾ ഒരു 100 രൂപ നോട്ട് അതിലുണ്ട്. സുഖമായിട്ടും കൊടുത്തു. നേരെ 100 രൂപ അവന് കൊടുത്തു. ഈ കവറും കളഞ്ഞിട്ട് തിരിച്ചു നടന്നു. അപ്പോൾ ഞാൻ മുമ്പ് പോയി അദ്ദേഹത്തിനെ തൊഴുതു. ആരാ, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്, പഠിത്തം കഴിഞ്ഞു. അപ്പോൾ എന്തുവരെ പഠിച്ചു? MA കഴിഞ്ഞു. എന്താ? മലയാളം. പേര്? ഞാൻ പറഞ്ഞു മധുസൂദനൻ എന്നാണ്. ആ, സാക്ഷാൽ പത്മനാഭൻ്റെ പേര് തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വീണ്ടും നടന്നു. ഞാൻ പുറകെ നടന്നു. അദ്ദേഹം നടന്ന് റോഡ് കുറുകെ കടന്ന് നേരെ തൊട്ടടുത്തുള്ള CP സത്രത്തിലേക്ക് കയറി. വരൂ എന്ന് പറഞ്ഞ് ഞാൻ പുറകെ പോയി അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് കയറി ആ കുടയും തൂക്കി ജൂബ അഴിച്ചു. അതിൻ്റെ പോക്കറ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു മിഠായി, പാരീസ് എന്ന് പറയുന്ന വകുപ്പെങ്ങാണ്ടാണ്, അതിങ്ങനെ ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് കടലാസ്.
അപ്പോൾ അത് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു മിഠായി. ഞാനത് ഭദ്രമായി വാങ്ങി. എന്നിട്ട് യാത്ര പറഞ്ഞു പോന്നു. പുറത്ത് കൊണ്ടുവന്ന് ഞാൻ നോക്കുമ്പോൾ പാതി തിന്ന മിഠായിയാണ്. വായിലിട്ട് നുണച്ചിട്ട് ആരോടോ സംസാരിക്കാൻ നേരത്ത് അതെടുത്ത് വീണ്ടും ഈ കടലാസിൽ പൊതിഞ്ഞ് ചുരുട്ടിയിട്ടതാണ്. ശരിക്കും നല്ലൊരു കവിത ആസ്വദിക്കും പോലെ ഞാൻ ആ മിഠായി കഴിച്ചു. ഇത്തിരി ഉമിനീരിൻ്റെ രുചിയുള്ള മിഠായി. അത് മഹാകവി കുഞ്ഞിരാമൻ നായരായിരുന്നു. അത് വാസ്തവത്തിൽ തൻ്റെ കയ്യിലിരുന്ന അവസാനത്തെ ചില്ലിയും ഒരു പശുവിന് അന്നമാക്കിയിട്ട് തിരിച്ചുണ്ടായിരുന്ന ഒരു മിഠായി എൻ്റെ കയ്യിലും തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കൊടുത്തു മുടിയാത്ത മാവ് തന്നെ ഇത്, കൊടുത്തു മുടിയാത്ത മാവ് തന്നെ. എൻ്റെ മനസ്സിലെപ്പോഴും അത് ഓർമ്മയിലിരിക്കും. പിന്നീട് മരണം വരെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സത്യമാണ്. ഞാൻ ഇന്നും മനസ്സിൽ കണ്ടുകൊണ്ടും ഇരിക്കുന്നു.